വയനാട് പുൽപ്പള്ളി ദേവർഗദ്ദയിൽ കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കൂമൻമാരന്റെ പോസ്റ്റ്മോർട്ടം നടപടി തുടങ്ങി. ബത്തേരി ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം. ADMമായി നടത്തിയ ചർച്ചയിലാണ് കുടുംബാംഗങ്ങളും നാട്ടുകാരും പ്രതിഷേധം അവസാനിപ്പിച്ചത്. സുർജിത് അയ്യപ്പ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ദേവർഗദ്ദയിൽ കടുവ ആക്രമണത്തിനിരയായി കൊല്ലപ്പെട്ട കൂമൻമാരന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് കുടുംബം സമ്മതിച്ചു. അതായത് ഇതുമായി ബന്ധപ്പെട്ട് ADMന്റെ ചുമതലയിലുള്ള ഡെപ്യൂട്ടി കളക്ടറാണ് ചർച്ച നടത്തിയത്. ഈ ചർച്ചയുമായി ബന്ധപ്പെട്ടാണ് തീരുമാനം ഉണ്ടായിരിക്കുന്നത്. അതിൽ ധനസഹായ തുകയായിട്ടുള്ള 6 ലക്ഷം രൂപ വേഗത്തിൽ തന്നെ നൽകും. ബാക്കി തുക ഇതുമായി ബന്ധപ്പെട്ട് അതും ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. കുടുംബത്തിൽ ഒരാൾക്ക് ജോലി എന്നുള്ള കാര്യം കുടുംബം ഉന്നയിച്ചു. ആ ആവശ്യം അംഗീകരിച്ചു. അതോടൊപ്പം തന്നെ സ്ഥലമില്ലാത്ത ഒരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് തന്നെ സ്ഥലത്ത് വീട് നിർമ്മിക്കാൻ ആവശ്യമായ നടപടികളിലേക്ക് കടക്കുമെന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ കടുവയെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലും അതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്യാമറ ട്രാപ്പുകളടക്കം സ്ഥാപിച്ച് നിരീക്ഷിച്ച് അതിനുശേഷം കൂടുവെച്ച് കടുവയെ പിടികൂടുന്ന നടപടിയിലേക്ക് കടക്കുമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇതേ തുടർന്നാണ് കുടുംബം ഇത്തരത്തിൽ സമ്മതം നൽകിയിട്ടുള്ളത്. എന്തായാലും മൂപ്പൻ നമ്മോടൊപ്പം ചേരുകയാണ്. എന്തായാലും കാര്യങ്ങൾ സമ്മതിച്ചു, പോസ്റ്റ്മോർട്ടത്തിന് സമ്മതിച്ചു ഞങ്ങളെല്ലാം തീരുമാനിച്ച് ഞങ്ങൾ പറഞ്ഞ കാര്യം അംഗീകരിച്ചിട്ട് മക്കൾ പോയിട്ടുമുണ്ട്. ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. ഇവിടെ തന്നെ നമ്മുടെ അടുത്ത് നിശ്ചയിച്ചു. അതെ കടുവനെ എന്തായാലും പിടികൂടണല്ലോ സാറേ. നമുക്ക് ഭയമുണ്ട്. നമുക്കായാലും മക്കൾക്കായാലും ഭയം തന്നെയാണ്. നമ്മൾ ആദിവാസികൾക്കല്ല എല്ലാ ജനങ്ങൾക്കും ഇതിനും ഭയം തന്നെയാണ്. എത്ര വേഗം പിടികൂടണമെന്ന് നമ്മുടെ ആവശ്യപ്പെടുന്നുണ്ട്. ഉരുമൂപ്പനാണ് രാഘവൻ, അദ്ദേഹമാണ് സംസാരിച്ചത്. എന്തായാലും കടുവയെ വേഗത്തിൽ തന്നെ പിടികൂടാനുള്ള നടപടിയിലേക്ക് കടക്കണം എന്നുള്ള ആവശ്യമാണ് ഇവരെല്ലാവരും ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് അതൊരു നരഭോജി വിഭാഗത്തിലേക്ക് എത്തിയ കടുവയാണ്. സ്വാഭാവികമായും അത് കൂടുതൽ പ്രതിസന്ധി മേഖലയിൽ സൃഷ്ടിക്കാം. അങ്ങനെയെങ്കിൽ അതിനെ എത്രയും വേഗം പിടികൂടുക എന്നുള്ള ആവശ്യത്തിലേക്ക് എത്തണം എന്നുള്ളതാണ് ഈ നാട്ടുകാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. അക്കാര്യമാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾ ബത്തേരി താലൂക്ക് ആശുപത്രിയിലാണ് നടക്കുന്നത്. അതിനുശേഷം മൃതദേഹം ഇവിടെ എത്തിക്കും. സംസ്കാര ചടങ്ങുകളിലേക്ക് പിന്നീട് കടക്കും എന്നുള്ളതാണ്. ഈ മേഖല എന്ന് പറയുന്നത് ദേവർഗദ്ദ എന്ന് പറയുന്ന സ്ഥലം ഈ കർണാടകയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. ഇവിടെ വണ്ടിക്കടവിലാണ് ഇന്നലെ കടുവയുടെ ആക്രമണം ഉണ്ടായത്. ഇവർ സഹോദരിക്കൊപ്പം കൂമൻ വിറക് ശേഖരിക്കാൻ വേണ്ടി പോയതാണ്. ഇതിൽ കെട്ടാൻ വേണ്ടി വള്ളി വെട്ടുന്നതിനിടെയാണ് കടുവയുടെ ആക്രമണം ഉണ്ടായത്. ഏതാണ്ട് 3/4 കിലോമീറ്ററോളം അകലെ നിന്നാണ് മൃതദേഹം കണ്ടെത്തുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് കുടുംബത്തെ കണക്കിലെടുക്കാതെയാണ് മൃതദേഹം കൊണ്ടുപോയത്. കാരണം കുടുംബാംഗങ്ങളെ ആരെയും ഉൾപ്പെടുത്താതെ മൃതദേഹം കൊണ്ടുപോയെന്ന് അടക്കമുള്ള ആക്ഷേപങ്ങളുണ്ടായിരുന്നു. പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ട്. കൃത്യമായ രീതി ചർച്ച ഉടൻ തന്നെ പിടികൂടാനുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്ന ഉറപ്പ് വനംവകുപ്പ് നൽകിയിട്ടുണ്ട്. സുർജിത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.